നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. എരുമേലി ശബരിമല തീർത്ഥാടനത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ ശബരിമല പാതയിലെ സ്ഥിരം അപകട മേഖലയായ കണമല അട്ടിവളവിൽ അപകട സാധ്യത കുറയ്ക്കാനുള്ള നടപടികൾ ഇപ്പോഴും അകലെ. എല്ലാ വർഷവും കണമല അട്ടിവളവിലും എരുത്വാപ്പുഴ ഇറക്കത്തിലും തീർത്ഥാടന കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഈ മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കാൻ തീർത്ഥാടന കാലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും കൂടുതൽ ജാഗ്രത പാലിക്കുമെങ്കിലും ഇവിടെ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകാത്ത ഒരു തീർത്ഥാടന കാലം പോലും സമീപ വർഷങ്ങളിൽ കടന്നുപോയിട്ടില്ല. റോഡ് വീതി കൂട്ടി അപകടവളവ് നിവർത്തിയാൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനുള്ള നടപടികളാണ് വൈകുന്നത്. ഈ റോഡിലെ അപകടം കുറയ്ക്കാൻ വേണ്ടി സമാന്തര റോഡ് നിർമ്മിച്ചെങ്കിലും അത് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയതോടെ ഉപേക്ഷിച്ചു. മറ്റ് സമാന്തര റോഡുകൾ ഇതിലും അപകടം നിറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടി ആ വഴികളിലും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. മുൻപ് തീർത്ഥാടന മാസങ്ങളിൽ മാത്രമാണ് അപകടങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മാസപൂജാ സമയങ്ങളിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇറക്കവും വളവുമുള്ള റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യുന്നതിനുള്ള പരിചയക്കുറവും ബ്രേക്ക് സംവിധാനത്തിന്റെ തകരാറും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമേലി. കടുത്തുരുത്തി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടന്നു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോർജ് ജി മുരിക്കൽ അധ്യക്ഷത വഹിച്ചു. വടംവലി, കസേരകളി, കലം തല്ലിപ്പൊട്ടിക്കൽ, ഓണപ്പാട്ട്, സുന്ദരിക്ക് പൊട്ടുതൊടൽ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് വിജയികൾക്ക് സമ്മാനദാനവും നൽകി. റൊട്ടേറിയന്മാരായ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, ട്രഷറർ തോമസ്, ബേബി എം ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാരണം എനിക്ക് തന്നെ പല കാര്യത്തിലും പല ഇൻസ്പിറേഷൻ ഓരോ വ്യക്തിയോട്ടും. കാരണം പുള്ളിയുടേതായ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കഴിവ് തന്നെയാണ്. അതുപോലെ ഏറ്റവും നല്ലൊരു മാർഗദർശിയാണ്. എല്ലാവർക്കും എന്ത് കാര്യം വന്നാലും സംസാരിക്കാനും അതിന് വേണ്ടൊരു അപ്പം തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ആളാണ്. ഒരു രീതിയിലും നന്ദി വാക്കുകൾ പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തെ ആശംസിച്ചാൽ തീരില്ല. എന്നാൽ പോലും അദ്ദേഹത്തെ ഇവിടെ നമുക്ക് ആശംസ താങ്ക്സിന് വേണ്ടി ഞാൻ വിളിക്കുകയാണ്. ഈ വർഷം പരാതിരഹിതമായി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിൽ സഹകരണ മേഖല പ്രധാന പങ്കുവഹിച്ചെന്ന് മന്ത്രി വി എൻ വാസവൻ സഹകരണ അംഗസമശ്വാസ പദ്ധതിയുടെ ജില്ലാതല സഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 1800 സഹകരണ സംഘങ്ങൾ വഴി ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണിയിൽ സജീവമായി ഇടപെടാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചു. അംഗസമാശ്വാസ പദ്ധതി വേറിട്ട മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതി കൊണ്ട് നമ്മൾ പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രവാസികളുടെ ഭൂമി തരിശായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് അത്തരം ഭൂമി നമ്മുടെ FPO ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ രൂപം കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുക. ബാങ്ക് നേരിട്ടതിൽ മേൽനോട്ടം വഹിക്കും. ബാങ്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കും. അപ്പോൾ ഒരു 12 വർഷം കഴിഞ്ഞാൽ തിരിച്ച് പ്രവാസികൾക്ക് തന്നെ ആ ഭൂമിയും കൃഷിയും കൂടെ കൊടുക്കും. ഫലത്ത് വൃക്ഷത്തോടു കൂടി അതുവരെയുള്ളത് ബാങ്ക് എടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള കൃഷിക്ക് വേണ്ടി ആ ഭൂമി വെറുതെ കിടക്കാതിരിക്കാൻ അത് വലിയ വിധത്തിൽ ഫലഭൂയിഷ്ടമാക്കി മാറ്റാൻ വേണ്ടി ഇപ്പം ധാരാളം ആളുകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ അത്തരം ആളുകളുടെ കയ്യിൽ നിന്ന് ആ ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കി പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ 50 ഏക്കർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അവർക്ക് 3.5 കോടി രൂപയാണ് ഈ പ്രാവശ്യത്തെ ലാഭം വന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തോടെ പോയിരുന്നു. ഈ ഓണം വളരെ സൂക്ഷ്മമായി ഓടിയതിന്റെ ഏറ്റവും നല്ല പങ്കുവഹിച്ചതൊന്ന് സഹകരണ മേഖലയാണ്. 1800 സഹകരണ സംഘങ്ങളിലാണ് നമ്മൾ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് അത് സമാഹരിച്ച് വിപണിയിലെത്തിച്ചത്. ഈ ഓണം വളരെ സുഭിക്ഷമായി ഒരു പരാതിരഹിത ഓണമായി, യഥാർത്ഥ ഓണമായി മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും എന്ന് പറയുന്ന സങ്കല്പം അർത്ഥപൂർണമാക്കാൻ എല്ലാവരും ആടി പാടി ആഹ്ലാദത്തോടുകൂടി ഈ ആഘോഷത്തെ വരവേൽക്കാൻ പശ്ചാത്തല സൗകര്യമൊരുക്കിയത് മുഴുവൻ സഹകരണ മേഖല ഉൾപ്പെടെയുള്ള ഗവൺമെന്റാണ് എന്ന് ഏറെ അഭിമാനത്തോടെ നമുക്കെല്ലാം ഈ കാര്യത്തിൽ എടുത്തു പറയാൻ സംശയം.
ജില്ലയിൽ 43 പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ 162 അംഗങ്ങൾക്കായി അനുവദിച്ച 36.60 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ 7ാം ഘട്ട ധനസഹായമായി വിതരണം ചെയ്തത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും കിടപ്പ് രോഗികളുമായ അംഗങ്ങൾക്ക് സഹായമായി 50,000 രൂപ വരെയാണ് പദ്ധതിയിൽ സഹകരണ വകുപ്പ് അനുവദിക്കുന്നത്. പ്രവർത്തന മികവിന് സംസ്ഥാനതല പുരസ്കാരം നേടിയ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക്, പനച്ചിക്കാട് റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രി സംഘം എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. സർക്കിൾ സഹകരണ യൂണിയൻ അധ്യക്ഷരായ അഡ്വക്കേറ്റ് പി സതീഷ് ചന്ദ്രൻ നായർ, ജോൺസൺ പുളിക്കൽ, ടി.സി. വിനോദ്, ജെയിംസ് വർഗീസ്, ജോയിന്റ് രജിസ്ട്രാർ പി. സലീം, ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ.സി. വിജയകുമാർ, സഹകരണ സംഘം ഭാരവാഹികളായ വി.എം. പ്രദീപ്, കെ.ജെ. അനിൽകുമാർ, സി.ജെ. ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ടെക്നോ പുറത്തിറക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് 3D കർവ്ഡ് അമോലെഡ് ഡിസ്പ്ലേയുള്ള പോവ സ്ലിം 5Gയുടെ ഒഫീഷ്യൽ ലോഞ്ച് നടന്നു. കോട്ടയം മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പ്രശസ്ത സിനിമാ താരം ഹണി റോസാണ് ലോഞ്ച് നിർവഹിച്ചത്. വളരെ കനം കുറഞ്ഞ രൂപകൽപ്പനയ്ക്കൊപ്പം പ്രവർത്തനക്ഷമതയും സ്റ്റൈലും ഒരുമിക്കുന്ന രീതിയിലാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. വെറും 5.95 mm ആണ് ടെക്നോ പോവ സ്ലിം 5Gയുടെ തിക്നെസ് വരുന്നത്. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് മൈജിയും ടെക്നോയും ചേർന്ന് ഒരുക്കിയിരുന്നത്. 5160 mAh ബാറ്ററിയാണ് പോവ സ്ലിം 5Gയിൽ ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഹൊറിസോണ്ടൽ ക്യാമറ മൊഡ്യൂവ, ലോകത്തിലെ ആദ്യത്തെ മൂഡ് ലൈറ്റ് സജ്ജീകരണം എന്നിവ ടെക്നോ പോവ സ്ലിം 5Gയുടെ പ്രത്യേകതയാണെന്നും ഇൻഡോറിലും ഔട്ട്ഡോറിലും ക്രിസ്റ്റൽ ക്ലിയർ കാഴ്ച സമ്മാനിക്കുന്നു. സ്ലിം പോവോ ഫോണാണ്, 5G ഫോണാണ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോൺ. ഭയങ്കര വേൾഡിലെ തന്നെ സ്ലിമ്മസ്റ്റ് ഫോൺ നമുക്ക് പറയാൻ പറ്റും. അമേസിങ് AI ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. ആ ഫോണിന്ന് കാണാൻ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും സ്ലിം ആൻഡ് കർവ്ഡ് അല്ലേ, 3D കർവ്ഡ് ഫോണാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ അമേസിങ് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുക്കാൻ പറ്റും. ഭയങ്കര വൈബ്രന്റ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണുന്നവരും നമ്മളെല്ലാവരും എപ്പോഴും ഫോണിലെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. ഗെയിം കളിക്കുന്ന ആളുകളൊക്കെ ആയാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, കംഫി ആയിരിക്കും. 10 മാസത്തെ തവണ വ്യവസ്ഥയിൽ ടെക്നോ പോവ സ്ലിം 5G സ്വന്തമാക്കാവുന്നതാണ്. സെപ്റ്റംബർ 30 പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 2 വർഷത്തെ വാറണ്ടി ലഭിക്കുന്നു. പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓണം ഓഫറിൽ പുതിയ ടെക്നോ പോവ സ്ലിം 5G വാങ്ങാനുള്ള സ്പെഷ്യൽ അവസരവും മൈജിയിലുണ്ട്. ഫോൺ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ ലോയൽറ്റി പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ ലോയൽറ്റി പോയിന്റ് ഉപയോഗിച്ച് അഡീഷണൽ പർച്ചേസ് നടത്താവുന്നതുമാണ്. മൈജിയുടെ 140ഓളം വരുന്ന ഷോറൂമുകളിൽ നിന്ന് ഈ ഫോൺ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമാക്കാവുന്നതാണ്. ഒപ്പം മികച്ച EMI സ്കീമുകളും ലഭ്യമാണ്. മൈജിയിൽ ടെക്നോ പോവ സ്ലിം 5G ഫോണിൻ്റെ ലോഞ്ചിന് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ടെക്നോ പോവ സ്ലിം എന്ന് പറയുമ്പോൾ തന്നെ പേര് പറയുന്നത് പോലെ തന്നെ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോണാണ്. ആൻഡ് ഒത്തിരി AI ഫീച്ചേഴ്സ് ഉണ്ട്, അമേസിങ് ഫീച്ചേഴ്സാണ്. അതേപോലെ തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്, ഇനഫ് സ്പേസ് ഉണ്ട്. ആൻഡ് വീഡിയോ കാണുന്നവർക്കും ഓർ ഗെയിം കളിക്കുന്ന ആളുകൾക്കും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സ്ലിമ്മസ്റ്റ് ഫോണാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു 3D കർവ്ഡ് ആണല്ലേ. ആൻഡ് ഒത്തിരി അമേസിങ് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ഐ സെഡ്. ആൻഡ് ഏറ്റവും It is, if you experience the phone, you will understand the slimness of the phone. It is as slim as a 5 rupee coin or even a debit card or a credit card. In the last 8 years, Techno is known for its innovation, and this is also one of the innovation with which we have come up to give you the world's slimmest phone. Understanding the philosophy, I think the philosophy from which the Techno is coming from is largely driven with the design, with the AI feature, because when
when you see the AI, you just do not have to do things. You just have to tell AI, the Ella, to do it. We have we have a Ella assistant, a voice-enabled assistant in our phones and in all our phones. Plus, Techno is also solving and resolving the problem of the low network area. In our phones, you will find that there is a feature wherein without Wi-Fi or without SIM network, the phones can talk to each other. കൂടാതെ ഇൻഷുറൻസിന് സമാനമായ പരിരക്ഷ നൽകുന്ന പ്രൊട്ടക്ഷൻ പ്ലാൻ കസ്റ്റമേഴ്സിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.